നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ 10ാമത് ബിരുദദാനം കൊച്ചിയിലെ ആസ്ഥാനത്ത് നിർവഹിച്ച് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചാൻസലറായി നിയമിതനായ ശേഷം പങ്കെടുക്കുന്ന ആദ്യ ബിരുദദാന ചടങ്ങായിരുന്നു ഇന്നലെ നടന്നത്. മത്സ്യ സമുദ്ര പഠന മേഖലയിൽ കിട്ടുന്ന അറിവ് വിദ്യാർത്ഥികൾ സാമൂഹ്യ വികസനത്തിനും രാഷ്ട്ര നിർമ്മാണത്തിനും ഉതകുന്ന രീതിയിൽ വിനിയോഗിക്കണമെന്നും പണവും പ്രശസ്തിയും ലക്ഷ്യമാക്കരുതെന്നും ഗവർണർ പറഞ്ഞു. എഡ്യൂക്കേഷൻ എന്നാൽ അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല, സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് എന്നും അതിന്റെ പ്രധാന ലക്ഷ്യം സ്വഭാവ രൂപീകരണമാണ് എന്നും ഗവർണർ വ്യക്തമാക്കുകയുണ്ടായി. നിർണായകമായ ഉപദേശങ്ങളാണ് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് നൽകിയത്. മാത്രമല്ല, പുരസ്കാര ജേതാക്കൾ ജോലി തേടുന്നവരായിരിക്കാതെ ജോലി നൽകുന്നവരാകണമെന്നും ചാൻസലർ പറഞ്ഞു. മത്സ്യസമുദ്ര മേഖലയിലെ നവീന കോഴ്സുകൾ നടത്തുന്ന രാജ്യത്തെ ഏക യൂണിവേഴ്സിറ്റി എന്ന നിലയിൽ ഈ മേഖലയിലെ സുസ്ഥിര വികസനത്തിനുള്ള മാനവ വിഭവശേഷി സംഭാവന ചെയ്യുന്നതിന് ആവശ്യമായ കൂടുതൽ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി സജി ചെറിയാനും ചടങ്ങിൽ പറഞ്ഞു. മന്ത്രി സജി ചെറിയാനായിരുന്നു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത്. ചടങ്ങിൽ ഫിഷറീസ് സയൻസ്, ഓഷൻ സയൻസ് ആൻഡ് ടെക്നോളജി, ഫിഷറീസ് എഞ്ചിനീയറിംഗ്, ഫിഷറീസ് മാനേജ്മെന്റ് എന്നീ 4 ഫാക്കൽറ്റികളിൽ 28 കോഴ്സുകളായി മികവ് തെളിയിച്ച 520 വിദ്യാർത്ഥികൾക്ക് ബിരുദങ്ങൾ സമ്മാനിച്ചു. അവാർഡിന് അർഹരായവരിൽ BFSC, BTech, ഫുഡ് ടെക്നോളജി എന്നീ കോഴ്സുകളിൽ 124 ബിരുദധാരികളും ബിരുദാനന്തര ബിരുദത്തിൽ ഫിഷറീസ് സയൻസ്, ഓഷ്യൻ സയൻസ് ആൻഡ് ടെക്നോളജി, കോസ്റ്റൽ ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയിൽ നിന്ന് 353 ബിരുദാനന്തര ബിരുദധാരികളും ഉൾപ്പെടുന്നു. കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഫിഷറീസ് സയൻസ് ആൻഡ് ടെക്നോളജി, ഫിഷറീസ് മാനേജ്മെന്റ് വിഭാഗങ്ങളായി ഗവേഷണം പൂർത്തിയാക്കിയ 43 പേർക്ക് PhD ബിരുദങ്ങളും സമ്മാനിച്ചു. എല്ലാ ബിരുദധാരികളും സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുകയില്ല എന്ന് സമ്മതപത്രം നൽകി. അക്കാദമിക് മികവിനുള്ള അംഗീകാരമായി 41 സ്വർണ്ണ മെഡലുകൾ, 3 എൻഡോമെന്റ് അവാർഡുകൾ, 1 അവാർഡ് ഓഫ് എക്സലൻസ്, 2 ഫാക്കൽറ്റി എക്സലൻസ് അവാർഡ് എന്നിവയും ചടങ്ങിൽ ഗവർണർ സമ്മാനിച്ചു. അതേസമയം മറ്റൊരു ചടങ്ങിൽ നേരത്തെ അദ്ദേഹം പങ്കെടുത്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ ഒരു വശം കടൽ തീരമാണെന്ന സാധ്യത പരിഗണിച്ച് തുറമുഖ അധിഷ്ഠിത കോഴ്സുകൾക്കുള്ള സാധ്യതകൾ ഓപ്പൺ സർവകലാശാല പരിശോധിക്കണമെന്ന് ഗവർണർ പറഞ്ഞിരുന്നു. ഗവർണറായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സെനറ്റ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉയർത്താനുള്ള കാര്യങ്ങളിൽ ഓപ്പൺ സർവകലാശാല കൂടുതൽ ശ്രദ്ധിക്കണം. ഹൈദരാബാദ് IIT പോലെയുള്ള സ്ഥാപനങ്ങളുമായി ചേർന്ന് വിവിധ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്യാനുമാകണം. ഗവേഷണ പ്രവർത്തനങ്ങൾ കൂടി സർവകലാശാലയിൽ ഉൾപ്പെടുത്താൻ കഴിയണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതിരാജ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.